ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 3 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള ടൈപ്പ് വരുന്ന പഴം ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് നല്ലോണം ഞരടുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഞാൻ കൈ കൊണ്ട് നല്ലോണം ഞരടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ 2 ആണി ശർക്കര വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് നോക്കി നമുക്ക് ആഡ് ചെയ്യുക. കുറച്ച് കുറവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂടുതലായാൽ ഒട്ടിപ്പിടിച്ചു പോകും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് കണക്കായിട്ട് ചെയ്യണം കേട്ടോ. ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ ഞാനിതാ ഗോതമ്പ് മാവും മൈദ മാവുമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് മാത്രം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈദ മാവ് മാത്രം യൂസ് ചെയ്തിട്ടോ ആക്കാം. ഞാനിതിപ്പോൾ രണ്ടും പകുതി നമ്മൾ ആ ബാറ്റർ കണക്കാവുന്നവരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് നുള്ളിയിടാൻ പറ്റുന്ന പരുവത്തിലാണ്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇതിലാണ്. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് നുള്ളിയിട്ട് അപ്പം പോലെയും ചെയ്യാം. ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വലിച്ചിട്ട് ഒരു പുളിവാരൽ എന്നാണ് ഇതിന് നമ്മൾ പറയുക, നമ്മൾ തലശ്ശേരിയിലല്ലോ. അപ്പോൾ പുളിവാരൽ ടൈപ്പിലാകുമ്പോൾ കുറച്ച് തടിയിലാണ് സാധാരണ നമ്മൾ പണ്ട് ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് നൈസായിട്ട് തിന്നായിട്ട് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് ഒരു കളറൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഫ്രൈ പാനിൽ നിന്നും മാറ്റാം. ഇത് കളർ അങ്ങനെയാണെങ്കിലും ഒരു ശർക്കരൻ്റെ കളർ പോലെ ഇരിക്കും നമ്മളെ അപ്പത്തിൻ്റെ കളർ. ഇതിപ്പം ഒരു ബ്രൗൺ കളറായിട്ടുള്ള നല്ല കറുത്ത വെല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായത്. അപ്പം കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. ഒരു കളർഫുൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്താ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് 2 ദിവസം വെച്ചിട്ടും ഈ അപ്പം കഴിക്കാം. നല്ല രസമാണ്. പുളിവാരൽ എന്നാണ് ഞാൻ പറയുക, നമ്മളിവിടെ നിന്ന് പറയുന്നത് ഇതിൻ്റെ പേര്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യുക. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൈ കൊണ്ട് നുള്ളിയിട്ട് ചെറിയ ബോളാക്കിയിട്ട് അങ്ങനെ ഇടുന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഈസി സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.